മോഹൻലാൽ 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 ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇത് മാത്രമേ ഇപ്പം കേൾക്കാനുള്ളൂ. കാരണം തുടരു എന്ന മലയാള സിനിമ കഴിഞ്ഞ ദിവസം 25-ാം തീയതിയാണ് റിലീസായത്. അന്നത്തെ ആദ്യത്തെ ഷോ കണ്ടിട്ട് ആൾക്കാരുടെ പ്രതികരണം കേട്ടപ്പോഴത്തേന് നമുക്ക് അന്നേരം തന്നെ ഈ സിനിമ ഒന്ന് കാണണമെന്ന് തോന്നി. അപ്പം ഞാൻ ഇന്നലെ കുടുംബസമേതം, ഞാൻ പുതുപ്പള്ളിയിലാണ് ഞാൻ താമസിക്കുന്നതെങ്കിലും സിനിമ കാണാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കുമരകത്താണ്. കുമരകത്ത് ഒരു പുതിയ ഫിലിം തിയേറ്റർ ഉണ്ട്, വെൽവെറ്റ് സിനിവ്യൂസ്. അപ്പോൾ അവിടെയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ രാത്രിയിൽ സെക്കൻഡ് ഷോയ്ക്കാണ് ഇവിടെ ബുക്ക് ചെയ്തത്. കുമരകത്ത് മാത്രം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേർഡ് ഷോയും കൂടെ ഉണ്ട്. കാരണം 12 മണി കഴിഞ്ഞ ഒരു ഷോയും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ആ സെക്കൻഡ് ഷോയ്ക്കാണ് അവിടെ ചെന്നത്. ശരിക്കും കുമരകത്തെ അവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ, ഞാൻ എമ്പുരാൻ കാണാൻ വന്നതും ഈ തിയേറ്ററിൽ തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാം അന്ന് വീഡിയോ ഞാൻ ഇട്ടതാണ്. അപ്പോൾ അതിലും ജനത്തിരക്കായിപ്പോയി. എമ്പുരാൻ കാണാൻ വന്നതിലും ജനത്തിരക്കാണ് ഈ പടത്തിന് വന്നത്. കാരണം ഒരു വാഹനങ്ങളൊക്കെ നിറഞ്ഞ് തിയേറ്ററിന്റെ മുൻവശം അവിടെ തന്നെ ധാരാളം പാർക്കിംഗ് ഉള്ളതാണ്. അതുകൂടാതെ അതിന് തൊട്ടടുത്ത് ഒരു പാർക്കിംഗ് ഗ്രൗണ്ടും കൂടെ ഉണ്ട്, അവിടെയും കൂടെ ഫുള്ളായി കാഴ്ചയാണ്. ഞങ്ങൾ വന്നിട്ട് ഞാൻ 8:30 ആയപ്പോൾ അവിടെ വന്നപ്പോഴും എനിക്ക് കിട്ടിയത് അപ്പുറത്താണ് പാർക്കിങ്. അപ്പം ഞാൻ അവിടെ പാർക്കിങ്ങിലേക്ക് വണ്ടിയായിട്ട് പോകുന്നതാണ്. നമുക്ക് ഇനിയും ബാക്കി സിനിമയുടെ വിശേഷങ്ങളൊന്ന് കാണാം. തിയേറ്ററിന്റെ തൊട്ട് സമീപത്തൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഞങ്ങളെല്ലാം നമ്മുടെ തിയേറ്ററിലേക്ക് കടന്നു. വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. നല്ല തിരക്ക് തന്നെയാണ്. ഞങ്ങൾ 8:30 ആയപ്പോഴത്തേന് അവിടെ വന്നു. അപ്പം പടം വിട്ടിട്ടില്ല, ഷോ വിട്ടിട്ടില്ല. അപ്പം ഞങ്ങൾ അന്നേരം തിരക്ക് കുറവായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് ഇപ്പം എല്ലാവരും ബുക്ക് ചെയ്ത കറക്റ്റ് സമയത്തല്ല വരുന്നത്. അങ്ങനെ ഞങ്ങൾ 2 ഫിലിം തിയേറ്ററാണ് ഈ വെൽവെറ്റ് സിനിവ്യൂസിലുള്ളത്. 2 തിയേറ്ററുകളിലും തുടരുവാണ്. ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് തരുൺ മൂർത്തിയാണ്. ഫിലിമിൻ്റെ തിരക്കഥാകൃത്ത് KR സുനിൽ, തരുൺ മൂർത്തിയും കൂടെ ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. കഥ എഴുതിയത് KR സുനിലാണ്. പടം നിർമ്മിച്ചത് M രഞ്ജിത്താണ്. പിന്നെ അതിൻ്റെ ഛായാഗ്രഹണം ഷാജി കുമാറാണ്. എഡിറ്റ് ചെയ്തത് നിഷാദ് യൂസഫാണ്. ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയത് ജോക്സ് ബിജോയാണ്. നിർമ്മാണ കമ്പനി എന്ന് പറയുന്നത് രജപുത്ര വിഷ്വൽ മീഡിയയാണ്. വിതരണം ചെയ്തത് രജപുത്രയും ആശീർവാദ് റിലീസും കൂടിയാണ്. അപ്പം ഏപ്രിൽ 25-ാം തീയതി തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിലാണ് ഓരോ ഷോയും പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല തിരക്കായി പടത്തിന് കയറാൻ വേണ്ടി. അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല, നമുക്കുള്ള സീറ്റ് അവിടെ ഉണ്ടല്ലോ. അത് കാരണം തിരക്ക് കൂട്ടാതെ ഞങ്ങൾ വെളിയിൽ മാറി നിന്നു. എല്ലാവരും അകത്തോട്ട് കയറി. വളരെ നാളുകൾക്ക് ശേഷമാണ് മോഹൻലാലിൻ്റെ ഒരു സിനിമ, വലിയൊരു പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ വന്ന ഒരു സിനിമയാണ് തുടരും. എനിക്ക് തോന്നുന്നത് നമ്മുടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആകാശദൂതം എന്ന് പറഞ്ഞ പടമൊക്കെ ഇറങ്ങിയ സമയത്ത് ഇതുപോലെയായിരുന്നു. വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ വന്നതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം റിലീസായ മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ പബ്ലിസിറ്റി കൊടുത്തൊരു ഫിലിമായിരുന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോഴത്തേന് കുറച്ച് പേര് ആൾക്കാരെല്ലാം, ഞാനും മോഹൻലാലിൻ്റെ ആരാധകനാണ്, അപ്പം ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞ പടം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അത് സിനിമയെ നമ്മൾ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുകയാണ്, നല്ല സിനിമയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ സിനിമ വെച്ച് നോക്കുമ്പോഴത്തേന്, തുടരും വെച്ച് നോക്കുമ്പോഴത്തേന് എമ്പുരാനൊന്നും ഒന്നുമല്ല. ഈ സിനിമയുടെ അടുത്ത് പോലും വെക്കാൻ പറ്റത്തില്ല. പക്ഷേ എമ്പുരാൻ്റെ കഥ വേറെ ഒരു സ്റ്റൈലാണ്. എങ്കിലും മലയാളികളെ സംബന്ധിച്ച് മലയാളികൾക്ക് ആവശ്യം ഇത്രയും സിനിമകളാണ്. മറ്റുള്ള വെട്ടും കുത്തും കൊലപാതകങ്ങളൊക്കെ ഒഴിവാക്കി ഒരു കുടുംബമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് തുടരും. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഈ സിനിമ കാണുക. ഒരു നഷ്ടവുമില്ല. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണ്. അത് തന്നെയല്ല, ലാലേട്ടനെ പഴയ ലാലേട്ടൻ, നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ലാലേട്ടനെ വീണ്ടും നമുക്ക് നമ്മുടെ ഒരു സ്വന്തം ആളായിട്ടാണ് ലാലേട്ടനെ നമ്മൾ കരുതുന്നത്. എങ്കിലും അതേ ഇതിൽ തന്നെ നമ്മൾക്ക് ലാലേട്ടനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയും കൂടിയാണ്. അത് കുടുംബത്തിൽ നമുക്ക് ശോഭനയൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കറിയാം, ശോഭന മോഹൻലാൽ കൂട്ടുകെട്ട്, അതിൻ്റെ അകത്ത് ഒരു മാറ്റവും വരാതെ ആ കെമിസ്ട്രി തന്നെ ഇപ്പോഴും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് കാണുക. അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷമാണ് നമുക്കൊരു സിനിമ എന്ന് പറയുന്നത് പൂർണ്ണ തൃപ്തിയായിട്ടൊരു സിനിമ കണ്ടിട്ട് ഇറങ്ങാൻ സാധിച്ചത്. കാരണം തരുൺ മൂർത്തി എന്ന സംവിധായകൻ ബ്രില്യൻ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആ സിനിമ
അത്രയ്ക്ക് നമ്മളെ പിടിച്ചിരുത്തിക്കളഞ്ഞ ഒരു കഥയാണ്. നമ്മളാരും പ്രതീക്ഷിക്കാത്ത കുറേ ഇതൊക്കെയാണ്, മുഹൂർത്തങ്ങളൊക്കെയാണ് കയറി വരുന്നത്. ആ സിനിമ തുടങ്ങിയതും തൊട്ട് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു കുടുംബത്തിലെ ഒരു കഥ, അത് പതുക്കെ ആ കഥയിൽ നിന്ന് ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ട് അങ്ങ് പോവുകയാണ്. ആ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് തന്നെയാണ്. മോഹൻലാൽ എന്ന നടന് ഈ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മോഹൻലാൽ മീശ വിരിക്കുന്നതോ മുണ്ട് മടക്കി കുത്തുന്നതോ അതുപോലെ നമ്മുടെ എമ്പുരാൻ പോലെ കുറെ വെടിവെക്കുന്നതോ അങ്ങനെയൊന്നുമല്ല. മോഹൻലാലിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇത്തരം കഥാപാത്രങ്ങളാണ്. കാരണം പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം ചിത്രം, കിലുക്കം, അതൊക്കെ ഇന്ന് TV നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ ഇരുന്ന് കാണുകയാണ്. കാരണം അത് ലാൽ മാജിക് എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കും നല്ലൊരു പെർഫോമൻസ് ആണ് മോഹൻലാൽ കാഴ്ചവെക്കുന്നത്. ഈ അടുത്ത കാലത്തൊക്കെ മോഹൻലാലിന്റെ അഭിനയത്തിന് എന്ത് പറ്റി, അല്ലെ മോഹൻലാൽ എന്തായി കാണിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് വിമർശനങ്ങൾ വന്ന് ഈ അടുത്ത കാലത്ത് ഒരുപാട് പടങ്ങൾ അദ്ദേഹത്തിന്റെ ഡീഗ്രേഡ് ചെയ്യപ്പെട്ട കുറെ സിനിമകളുണ്ട്. എങ്കിലും അതിനൊക്കെ അപ്പുറം എന്ന് വേണേൽ പറയാം. നമുക്ക് ഇനിയിപ്പം മലയാള സിനിമയിൽ മോഹൻലാലിനെ വെല്ലാൻ ഒരു നടനില്ല. അതാണ് ഈ തുടരൂ എന്ന് പറഞ്ഞ സിനിമ നമ്മളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി തരുന്ന. അതാണ് മോഹൻലാലിന് പകരം വെക്കാൻ മറ്റൊരു നടനില്ല. അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ സത്യം. അതുപോലെ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് തന്നെ ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരു പേര് തന്നെയാണ്. ശരിക്കുള്ള പേര് കഥാപാത്രത്തിന്റെ പേര് ഷൺമുഖം എന്നാണെന്ന് പറഞ്ഞാലും ബെൻസൺ എന്നുള്ള ആ ഇതിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ ആ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കാറ്. നമ്മൾ ആ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അതിന് അത്ര ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതുപോലെ പാട്ടിനെ സംബന്ധിച്ച് MG ശ്രീകുമാർ ആ പടം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കുറെ MG ശ്രീകുമാർ തന്നെ പറയുന്നുണ്ട് പാട്ട് അതിമനോഹരമായി. പക്ഷെ നമുക്ക് ആ പടത്തിന്റെ അത് ആ സിറ്റുവേഷനിൽ ആ രംഗങ്ങളും എല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ആ പാട്ടിനോട് കുറച്ചും കൂടെ ഒരു എന്താണെന്നറിയത്തില്ല, അത്രയ്ക്ക് ഒരു ഫീലാണ് നമുക്ക് ആ പാട്ട്. ആ സിനിമയായിട്ട് ചേർന്ന ഒരു പാട്ട് തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മളെല്ലാം ഞെട്ടിക്കുന്ന ഒരു വില്ലൻ കഥാപാത്രമാണ്. അത് മോഹൻലാലിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പ്രകാശ് വർമ്മ, CI മാത്തൻ ജോർജ്. അത് സംഭവിക്കാൻ അന്യ സാധനം തന്നെ കേട്ടോ. ആ വില്ലൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആരാണെന്ന് പറഞ്ഞാലും നമ്മൾ കൈ കെട്ടിയാൽ നമുക്ക് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് തോന്നും. അത്രയ്ക്കും നല്ലൊരു പക്ക വില്ലൻ. അതാണ് ആ സിനിമയിലെ ഒരു ഭയങ്കര ഹൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോഹൻലാലിനൊപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. മറ്റുള്ള സിനിമ പോലെ തന്നെ ഇതല്ല. അതുപോലെ തന്നെ നമ്മുടെ SI ആയിട്ട് അഭിനയിക്കുന്ന ബിനു പപ്പു, നമ്മുടെ കുതിരവട്ടം പപ്പുവിന്റെ മകൻ ബിനു പപ്പു, അതുപോലെ എന്താ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് അസാമാന്യ പെർഫോമൻസായി ഇവരെല്ലാം കാണിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് വന്നിരിക്കുന്നത് അത്രയ്ക്കും വലിയ താരങ്ങളാണ് വന്നിരിക്കുന്നത്. അതുപോലെ മണിയമ്പിള്ള രാജു, നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് മണിയമ്പിള്ള രാജു അങ്ങനെ ഇപ്പോൾ അടുത്ത കാലത്തെങ്കിലും വലിയ സിനിമയിലൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ക്ലിക്ക് ചെയ്യുന്ന കുറേ കഥാപാത്രങ്ങളാണ് മണിയമ്പിള്ള രാജുവിൻ്റെത്. അതുപോലെ തന്നെ ഇഷാദ്, മണിയമ്പിള്ള രാജുവിന്റെ സുഹൃത്തായിട്ടും മോഹൻലാലിന്റെ സുഹൃത്തായിട്ടും വരുന്നത്. അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ നമുക്ക് മനസ്സിൽ അതുപോലെ നമ്മളെ പിടിച്ചിരുത്തുന്ന കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. അതുപോലെ ശോഭന മോഹൻലാൽ കൂട്ടുകെട്ടെന്ന് പറയുന്നത് തന്നെ ആ ഒരു കോമ്പിനേഷൻ തന്നെ നമുക്കെല്ലാം ഭയങ്കര സന്തോഷമുള്ള ഒരു ഇതാണ്. അത് ഒരു മാറ്റവും വരാതെ, എത്രയോ വർഷം മുമ്പ് അവരുടെ ആ കോമ്പിനേഷൻ വന്നാണ് ഇപ്പോഴും അതിനൊരു മാറ്റം വരാതെ ആ ഒരു ലെവല് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അത് പോകാന്ന് പറയുന്നത് നല്ല ഒരു സ്ത്രീ കഥാപാത്രത്തിന് ആണെങ്കിലും നല്ല വേണ്ടപ്പെട്ട പരിഗണന കൊടുത്ത ഒരു ഇതാണ് സംവിധാനം അത് ചെയ്തിരിക്കുന്നത്. ശോഭനയ്ക്ക് കൊടുത്തിരിക്കുന്ന റോൾ എന്ന് പറഞ്ഞാൽ നല്ല റോള് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിനിമ അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു മാറ്റമില്ല. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ഫൈറ്റ് നമ്മൾ മറ്റുള്ള എമ്പുരാനും അതുപോലെ മോഹൻലാലിൻ്റെ കുറെ കിഡിലെ ഫൈറ്റ് സീനൊക്കെ നമ്മൾ കണ്ട സിനിമകളൊക്കെ ഉണ്ട്. അന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് നല്ല കിഡിലെ ഫൈറ്റ് തന്നെയാണ്. ആ ഫൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ സിനിമയ്ക്കകത്ത് ആവശ്യമുള്ള കുറച്ച് രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കതൊന്നും ഒരു മാറ്റി നിർത്താൻ പറ്റിയില്ലാത്ത ഫൈറ്റ് രംഗങ്ങളാണ്. അതുപോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒപ്പോന്നും പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു മോഹൻലാലിൻ്റെ. അതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം കണ്ണുപൊട്ടനായിട്ട് അദ്ദേഹത്തെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് പോലീസ് ഷാജോണൊക്കെ അടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ഒരു രംഗമുണ്ട്. അത് ആ സിനിമയിലെ ഏറ്റവും കയ്യടി വാങ്ങിയൊരു സീനാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് തകർത്ത് വാരി അടിച്ച് പൊളിക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ ലാലേട്ടനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം പിന്നെ ഇവിടെ ഈ കുമരകത്ത് വന്നിട്ട് അത്രയ്ക്ക് നമുക്കൊരു തിയേറ്റർ വൈബ് തോന്നിയില്ല. കാരണം എന്നാ അറിയോ, ഒരു മോഹൻലാലിന്റെ എൻട്രി എന്നൊക്കെ പറയുന്നത് കോട്ടയത്തൊക്കെ കണ്ടപ്പോഴത്തേന് ആൾക്കാരങ്ങ് ഇളകി മറിയായിരുന്നു. കാരണം അത്രയ്ക്കും കുറച്ച് സീനുണ്ട്. പക്ഷെ ഇവിടെ അത് ആൾക്കാരെല്ലാം ശാന്തമായിട്ടിരുന്ന്
നമുക്കറിയാം സിനിമ തുടങ്ങി തീരുന്നിടം വരെ അത്രയ്ക്ക് നിശബ്ദമായിട്ട് തന്നെയാണ് തിയേറ്ററിൻ്റെ അകത്തൊരു അനക്കോ ഒന്നുമില്ലാതെ. പക്ഷെ നമുക്ക് സംബന്ധിച്ച് ശകലം ബഹളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സുഖമുള്ളൂ. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ വളരെ മനോഹരമായ ഒരു കുടുംബചിത്രമാണ് തുടരും. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ തന്നെ കാണണം. അത് നമ്മുടെ കുടുംബത്തോടൊപ്പം കാണുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി മിസ്സാക്കരുത്, ഉടനെ തന്നെ തുടരി കാണുക.